നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി വീഡിയോ ആണ്. ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പം സ്നാക്സ് എന്ന് പറയുമ്പം ഇത് കടലപ്പൊടിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല 4 മണി പലഹാരമാണ്. നല്ല ചൂടോടുകൂടി കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു സ്വാദിഷ്ടമായ 4 മണി പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടുവരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് വീട്ടിൽ കാണുന്നത് റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പാടില്ല. സബ്സ്ക്രൈബ് കഴിയുമ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് കിച്ചൺ നോക്കാം. ഇതിനു വേണ്ടി 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചു കൊടുത്തതാണ്. അപ്പോൾ ഞാനതൊരു വലിയ ബൗളിലോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് സവാളയാണ്. ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി ഞാൻ ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ഇതിന് ഉപ്പ് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ മുതൽ ഒരു 2 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. ഇനി പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാണ്. കുറച്ച് മല്ലിയില ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലേക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പില ആയാലും കുഴപ്പമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. അപ്പോൾ ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ ആദ്യം ഒന്ന് സ്പൂൺ വെച്ച് ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എല്ലാ മസാലയും പൊടികളൊക്കെ എല്ലായിടത്തും പിടിക്കണം. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മിക്സിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കടലമാവാണ് കേട്ടോ. അപ്പോൾ കടലമാവ് ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് ഇതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. ഒരുമിച്ച് ചേർക്കണ്ട. അളവ് കൂടുതലാണെങ്കിൽ അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇത് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് എടുത്ത് ഇങ്ങനെ ഷേപ്പ് ആക്കാൻ പോവാണ്. അപ്പം കുറച്ചൊരു പറ്റലുണ്ടാവും. അതിന് വേണ്ടി ഞാൻ കുറച്ച് കയ്യിൽ എണ്ണയാക്കിയിട്ടാണ് ഇങ്ങനെ ഷേപ്പ് ആക്കുന്നത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ നീളത്തിലൊരു ഷേപ്പ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. എന്ത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം കേട്ടോ. ഏത് നിറത്തിൽ വേണമെങ്കിലും ആക്കാം. അതായത് നമ്മൾ കട്ട്ലറ്റിനൊക്കെ ആക്കുന്ന പോലെയൊക്കെ ആക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഇതുപോലെ നീളത്തിലാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് മാവെടുത്ത് മുഴുവനായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. കൂട്ട് മുഴുവൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി എണ്ണയൊക്കെ ചൂടാക്കി ഞാൻ അതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 2 ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് എണ്ണത്തിന് പറ്റി ഈ ഒരു ഈ ഒരു കപ്പിലുള്ള കടലമാവ് ഉപയോഗിച്ചാൽ തന്നെ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ചൂടോടുകൂടി കഴിക്കുന്നത് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പം അത് തണുത്ത് വരുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല. അപ്പോൾ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കണം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്കൊക്കെ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.